ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഡൊമസ്റ്റിക് സൈഡ് ആട്ടോ. അപ്പോൾ ഉമ്മച്ചി വരാനായിട്ടുണ്ട് ഉംറ കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ എയർ ഇന്ത്യയിലാണ് വരുന്നത്. ഇവരുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് മുംബൈ വന്ന് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്നാണ് നമ്മുടെ കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് കിട്ടിയത്. അങ്ങനെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു 6:30 ആയപ്പോഴേക്ക് എത്തി. ഒരു 7:15 ആകുമ്പോഴാണ് അവരുടെ ഫ്ലൈറ്റ് റീച്ച് ആവുക. ഞാൻ അവിടെ ഇരുന്ന് ഓരോ വീഡിയോസ് കിട്ടിയതൊക്കെ എടുത്തുകൊണ്ടിരുന്നു. പിന്നെ നമ്മുടെ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചിയുടെ ഇത്താത്തയും കൂടെ പോയിട്ടുണ്ട്. ഒരുപാട് കസിൻസ് ഒരുമിച്ചാട്ടോ പോയത്. അപ്പോൾ അവരുടെ പിള്ളേരും എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും ഇനിബേബിയുടെ കൂടെ ഫോട്ടോ എടുക്കാനുള്ളൊക്കെ തിരക്കിലാണ്. ഈ ചെറുതിനാണെങ്കിലും ഇനിബേബിന് ഭയങ്കര ഇഷ്ടം. അവനാണെങ്കിൽ വൈകുന്നേരം തൊട്ട് ഉറങ്ങാൻ തന്നെ നല്ല ഉറക്കം മൂടുണ്ട്. പിന്നെ അതിലൊരു പട്ടിയൊക്കെ പോകണ്ടായി. പിന്നെ ഒരു നല്ല ക്യൂട്ട് ബേബി പോയി, പക്ഷെ ഫേസ് കിട്ടിയില്ല. പിന്നെ ഇനി ബേബി ഉറങ്ങി. അപ്പോഴേക്കും എല്ലാവരും വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ ആ ടീഷർട്ടൊക്കെ ഇട്ട് വരുന്നതാണ് എൻ്റെ പാപ്പാടെ മോൻ, അതായത് കൊച്ചാപ്പാടെ മോൻ, എൻ്റെ വാപ്പി ശനീൻ്റെ മോനാണത്. അപ്പോൾ അവർ പിന്നെ മുട്ട അടിക്കുമല്ലോ, ഉമ്രക്ക് പോയിക്കാൻ മുട്ട അടിക്കും. പിന്നെ അവർ ക്യാമറയിലൊക്കെ നോക്കുന്നതൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ തതിരിപ്പിച്ച്. പിന്നെ ഇക്കാക്കാൻ്റെ ഉമ്മച്ചിയും ഉണ്ട്. ഇക്കാക്കാൻ്റെ ഉമ്മച്ചിയുടെ ഉമ്മയും എല്ലാവരുമായിട്ടൊക്കെ ഒരുമിച്ചാട്ടോ ഉമ്രക്ക് പോയത്. ഇക്കാക്കാൻ്റെ ഉമ്മച്ചിയുടെ ഉമ്മയായിട്ടത്. പിന്നെ ബ്ലാക്ക് ഇട്ട് ചിരിച്ചു വരുന്നതാണ് എൻ്റെ ആൻറ്റി, അതായത് ആ ഇക്കാക്കാൻ്റെ ഉമ്മച്ചിയാണത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിലേക്ക് നോക്കി ടാറ്റ താന്നൊക്കെ പറഞ്ഞിട്ട് അതും ടാറ്റ അടിക്കും. ഞാൻ പറഞ്ഞു മതി മതി പോയിക്കോ എന്നൊരു പറഞ്ഞു വിട്ടിട്ടുണ്ട്. ആ ടാറ്റ കൊടുത്ത് വരുന്നതാണ് എൻ്റെ ഉമ്മച്ചിയുടെ ഇത്താത്ത മൂത്തുമ്മച്ചി. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ വരുന്നുണ്ട് എൻ്റെ ഉമ്മച്ചി. എല്ലാവരും ഞാൻ പറഞ്ഞു ഇങ്ങനെ ക്യാമറയിലൊക്കെ നോക്കുന്ന പറഞ്ഞിട്ട് ആ ടാറ്റ വാങ്ങിപ്പിച്ചു. ഉമ്മച്ചി എന്നെ കണ്ടതിന് ശേഷം ബാക്കിയുള്ളവരൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അനിയത്തിമാരൊന്നും വന്നിട്ടുണ്ടായില്ല. അവന്മാർക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉമ്മച്ചി ചോദിച്ചു അവരെന്താ വരാനേന്ന്. അപ്പം ഞാൻ പറഞ്ഞു അവർക്ക് വർക്കിന് ലീവ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇത് നമ്മുടെ ഒരു കസിനാണ് കേട്ടോ. അങ്ങനെ ഇപ്പം ഇവർ വന്നതെന്ന് പറഞ്ഞെങ്കിൽ 28-29 അങ്ങനെ എന്തോ ഒരു ഡേറ്റിനാണ് വന്നത് കേട്ടോ. അപ്പം ഞാൻ ഇത് വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലാഗായി. ഇക്കാക്കയുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് എല്ലായിടത്തേക്ക് വരികയാണ്. അപ്പോഴാണ് എന്നെ കണ്ടത്. അപ്പോൾ അതിന് കൊച്ചിൻ്റെ അടുത്ത് വന്നേക്കാണ്. അവൻ ഉറങ്ങായിരുന്നു, എന്നാലും അതിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞിനെല്ലാവരും വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻറ്റി വാങ്ങിച്ചു, അതിൽ നിന്ന് പിന്നെ ഉമ്മച്ചി വാങ്ങിച്ചു. അവനാണെങ്കിൽ ഉറക്കത്തിൻ്റെ മത്തിലിരിക്കുക. പിന്നെ ഞാൻ ലഗേജൊക്കെ ആയിട്ട് കാറിൻ്റെ അടുത്തേക്ക് പോയി. വാപ്പിച്ചോടെ ലഗേജൊക്കെ ഉണ്ട്. പിന്നെ വീട്ടിലെത്തി നമ്മൾ ലഗേജ് പൊട്ടിക്കുന്ന ഒരു ദഹനപ്പിള്ളേർ ചക്കക്കൂട്ടം കാണൂലേ, അതുപോലെയായിരുന്നു ഞങ്ങൾ 3 എണ്ണം കേട്ടോ. യാഥാർത്ഥ്യം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ മോനെ നോക്കിയിട്ടില്ല. അവൻ്റെ ഇളയവളുടെ കൊടുത്തേക്കാട്ടോ. അപ്പോൾ അവൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയായിരുന്നു വാപ്ച്ചി ഞങ്ങൾ ചെറുതായിരുന്നപ്പോഴൊക്കെ പുറത്താണ് വർക്ക് ചെയ്തുകൊണ്ട് ഇളയവൾ ഉണ്ടായപ്പോഴാണ് നാട്ടിലേക്ക് വന്നത്. അപ്പോൾ ഞങ്ങൾ പറയായിരുന്നു വാപ്ച്ചിയുടെ പെട്ടി പൊട്ടിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം ഉണ്ടായില്ല, ഇതെങ്കിലും ഞങ്ങൾ പൊട്ടിക്കട്ടെ എന്ന് പറഞ്ഞു. എന്തായിരുന്നു ഞങ്ങൾ കാട്ടിക്കൂട്ടിയെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അതെങ്ങനെയെങ്കിലും പൊട്ടിച്ചതിന് ഉള്ളിലത്തെ കണ്ടാൽ മതി. ഇഷ്ടം അതിലിരുന്നത് മുസലായിരുന്നു. അത് ഉമ്മച്ചിയുടെ ഫ്രണ്ട്സിനാന്ന് ഉമ്മച്ചി പറഞ്ഞായിരുന്നു. പിന്നെ ഇനുമോനിക്കൊരു തൊപ്പി കിട്ടി. പിന്നെ ഇനുമോനൊരു കളിപ്പാട്ട്, പിന്നെ ഇനുമോനൊരു ജുബയും പാൻറ്റും ഉണ്ടായിരുന്നു. അതൊക്കെ ഇടിപ്പിച്ച് ഞങ്ങൾ നോക്കിയിട്ട് വെറുതെ ജസ്റ്റ് വലുതായിരുന്നു. പിന്നെ നമുക്ക് മിഠായികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ മാനുവിന് ഒരു തൊപ്പിയും സ്പ്രേ ആയിരുന്നു. ഞങ്ങൾ രണ്ടാൾ എന്താക്കണമെന്ന് വെച്ചെങ്കിൽ രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിക്കൊണ്ടിരുന്നാണ് ഒളിപ്പിച്ചക്കണേണ് ഗൈസ്. അയ്യേ ഞാൻ പെട്ടിയിലേക്ക് നോക്കി പറക്കണം കേട്ടോ. എനിക്ക് തന്നെ ഇപ്പോൾ ചിരി തന്നെ. പിന്നെ ഞങ്ങളൊരു മത്സരം പോലെയായിരുന്നു ഗൈസ്. അങ്ങോട്ട് ഇങ്ങോട്ട് വാരി വലിച്ച് ഇത് എനിക്കൊന്നുമില്ല.